السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയത്തിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ആദർശ മുഖാമുഖത്തിലാണ് നമ്മളെല്ലാം സന്നിഹിതരായിട്ടുള്ളത്. ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് ആദ്യമായി പഠിപ്പിച്ചതും തങ്ങളുടെ ആദർശമായി പ്രഖ്യാപിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവർക്ക് മാർഗദർശനമായി നിയോഗിച്ച സകല പ്രവാചകന്മാരും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനാണ് ആരാധനക്കർഹനായി, മറ്റാരുമില്ല, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ബോധനം നൽകാതെ പ്രവാചകരെ അങ്ങേക്ക് മുമ്പ് ഒരു നബിയെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ സമുദായങ്ങളിലേക്കും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ആദ്യമായി കടന്നു വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമുള്ള സകല പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനു പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും ആരാധ്യന്മാരെയും നിങ്ങൾ ഒഴിവാക്കണം എന്ന ആദർശമായിരുന്നു സകല പ്രവാചകന്മാരും പഠിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. എല്ലാ നബിമാരും അവർ പ്രഥമമായി നിർവഹിച്ച ഉത്തരവാദിത്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ഈ ഒരു ആദർശം ജനങ്ങൾക്ക് എത്തിക്കുക എന്നതായിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി
അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റാരുമില്ല എന്ന ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മദിയൻകാരിലേക്ക് അല്ലാഹു നിയോഗിച്ച ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരുടെ ജനതയോട് പ്രഥമമായി പഠിപ്പിച്ച കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. യാ ഖൗമി, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനെ മാത്രം ആരാധിക്കണം, അവനെ കൂടാതെ നിങ്ങൾക്ക് യാതൊരു ഇലാഹുമില്ല, മറ്റൊരു ആരാധനുമില്ല എന്ന ആദർശമായിരുന്നു അവർ പ്രഥമമായി പഠിപ്പിച്ചത്. ഈ ഒരു ആദർശം അവർ പ്രബോധനം ചെയ്തപ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ, പല നിലക്കുള്ള പ്രതികരണങ്ങൾ ആ സമൂഹത്തിൽ നിന്നുണ്ടായി. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത നടത്തിയ പ്രതികരണം വിശുദ്ധ ഖുർആൻ പ്രത്യേകം നമ്മളെ എടുത്തു പഠിപ്പിച്ചു. അവർ പറഞ്ഞു, ഖാലു അജിതനാ ലിനഅ്ബുദല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅ്ബുദു ആബാഉനാ. അല്ലയോ ഹൂദ്, നീ ഞങ്ങളിലേക്ക് വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ആരാധിച്ചിരുന്ന സകല ആരാധ്യന്മാരെയും ഒഴിവാക്കാനും അതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണ് ഹൂദേ നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നത് എന്നാണ് അവർ ചോദിച്ചത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ ഇനി മുതൽ ആരാധിക്കാൻ പാടില്ല എന്നത് അവർക്ക് മനസ്സിലായി. ഇതുവരേക്കും അവർ ആരാധിച്ചു വന്നിരുന്ന സകലതിനെയും ഒഴിവാക്കണമെന്നവർക്ക് ബോധ്യപ്പെട്ടു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം അവർക്ക് മനസ്സിലായി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എന്നാൽ ഇന്ന് പലരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരിയായ ആശയത്തിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നു. സമൂഹത്തെ ആ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരിയായ അർത്ഥം പഠിപ്പിക്കുന്നില്ല. അവർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാ, അല്ലെങ്കിൽ ലാ റബ്ബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടാവില്ല, അല്ലാഹു അല്ലാതെ ഒരു റബ്ബില്ല എന്ന് വിശ്വസിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലായുടെ അർത്ഥമായി അവർ പറയാറുള്ളത്. അങ്ങേയറ്റം അപകടകരമായ വാദമാണത്. അല്ലാഹുവാണ് റബ്ബ്, അല്ലാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ ഈമാൻ പൂർത്തീകരിക്കുന്നില്ല, ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല. അല്ലാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹു ഖാലിഖാണ് എന്ന് വിശ്വസിച്ചവരാണ്, അല്ലാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിച്ചവരാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അവർക്ക് പാളിച്ച സംഭവിച്ചു, അവർക്ക് വ്യതിചലനം സംഭവിച്ചു. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുശ്രിക് എന്ന് മുദ്ര കുത്തുകയാണ്. അല്ലാഹു ഖാലിഖാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസം ശരിയായി എന്ന് പറയുന്ന ആളുകൾ അല്ലാഹു അല്ലാത്തവർക്ക് ഈ വിശ്വാസത്തോടുകൂടി സുജൂദ് ചെയ്താലോ അല്ലെങ്കിൽ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ അവൻ്റെ ഈമാനിന് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. കാരണം അല്ലാഹു മാത്രമാണ് ഖാലിഖ് എന്ന് അവൻ വിശ്വസിക്കുന്നു എന്ന കാരണമാണ് അവർ പറയുന്നത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ വരെ ഈ ഒരു ആശയം ഉൾക്കൊണ്ടവരാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ മഅന അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹുബൽ എന്ന വിഗ്രഹത്തെയും എല്ലാം ഒഴിവാക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അല്ലയോ മുഹമ്മദ്, ഞങ്ങൾ ആരാധിക്കുന്ന ഈ വ്യത്യസ്തന്മാരായ ആലിഹത്തുകളെ, ആരാധ്യന്മാരെ എല്ലാം ഒരൊറ്റ ഇലാഹാക്കുകയാണോ മുഹമ്മദ് താങ്കൾ? വല്ലാത്തൊരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് അവർ പറയുകയുണ്ടായി. പറഞ്ഞു വന്നത് എല്ലാ നബിമാരും അവരുടെ സമൂഹത്തോട് ആത്യന്തികമായി പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, ആരാധനകൾ അഖിലവും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ,
അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന ആശയമായിരുന്നു. സഹോദരങ്ങളെ, ആരാധനകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന, ഏറെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന എന്നുള്ളത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അധ്യാപന അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് കൂടി അവർ ഓതി കൊടുക്കുകയാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ആരാധനയിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ച് പിന്മാറുകയാണ് എങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായ രൂപത്തിൽ നരകത്തിൽ അവരെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ് എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ജരീർ അത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉഅ്ബുദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്നതാണ്. അഥവാ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന ആശയമാണ് മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ഇബാദതി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനയാണ് പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് ഒരാൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് തേടിക്കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ ബദരീങ്ങളെ ആരാധിച്ചവനാണ്, അവൻ ബദരീങ്ങളോട് തേടിയവനാണ്. സമസ്തക്കാരടക്കം അംഗീകരിക്കുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ പൊന്നാനി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ ഈ ഒരു ആശയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ഒരു ആരാധനയാണ് എന്ന് മാത്രമല്ല, പ്രാർത്ഥന ഇല്ലാത്തതൊന്നും ആരാധനയാവുകയില്ല. പ്രാർത്ഥന ഇല്ലാത്തതൊന്നും ആരാധനയാവുകയില്ല. പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ നമുക്കുത്തരം ചെയ്യും എന്ന ആശയമാണ് അദ്ദേഹവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം അമീർ അസ്സൻആനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, മന്നാദല്ലാഹ ലൈലൻ വനഹാറ, ഒരാൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, സിർറൻ വജിഹാറ ഖൗഫൻ വതമഅ, രഹസ്യത്തിലെന്നോ പരസ്യത്തിലെന്നോ വ്യത്യാസമില്ലാതെ ഭയപ്പാടോടുകൂടി പ്രതീക്ഷയോടുകൂടി അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. സുമ്മ നാദാ മഅഹു ഗൈറഹു, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഫഖദ് അശ്റക ഫിൽ ഇബാദ, അവൻ ആരാധനയിൽ പങ്കുചേർത്തവനാണ്. കാരണം ഫഇന്ന ദുആഅ മിനൽ ഇബാദ, കാരണം ദുആ പ്രാർത്ഥന എന്നുള്ളത് അത് ആരാധനയിൽ പെടുന്നതാണ് എന്നാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എത്രയധികം സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചത് അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു ലജ്ജയുള്ളവനാണ്, മാന്യനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അയ്യറുദ്ദഹുമാ സിഫ്റ, ഒരടിമ ഇരു കരങ്ങൾ ഉയർത്തി അല്ലാഹുവിനോട് തേടുന്നു, പ്രാർത്ഥിക്കുന്നു എങ്കിൽ വെറും കൈയോടുകൂടി ആ അടിമയെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ആമുഖ സംസാരത്തിൽ നിങ്ങൾ കേട്ട സൂറത്തുൽ ജിന്നിലെ ആയത്ത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതിനാൽ അള്ളാഹുവോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. പ്രവാചകരെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാമെന്നേറ്റവൻ, നമ്മുടെ പ്രാർത്ഥന കേട്ടുത്തരം തരാമെന്നേറ്റവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ, കേട്ടുത്തരം നൽകുന്നവൻ റഹ്മാനായ റബ്ബ് മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വഇദാ സഅലക ഇബാദി അന്നി
ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് പ്രവാചകരെ അങ്ങയോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കു നബിയേ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അമ്മ യുജീബുൽ മുൻതറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅല്ലാഹ്. അല്ലാഹു ചോദിക്കുകയാണ്, ഒരു പ്രയാസപ്പെടുന്നവൻ അവൻ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കേട്ടുത്തരം തരുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? അതുപോലെ അവൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നവൻ, ഭൂമിയിൽ നിങ്ങളെ അനന്തരാവകാശികളാക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റു വല്ല ഇലാഹും നിങ്ങൾക്കുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് ഉത്തരം ചെയ്യാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ ഒരു കാരക്ക കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടാൽ തന്നെയും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല. മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ ചെയ്ത ഈ കൊടുംപാതകം അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന ഈ പാതകം നാളെ പരലോക നാളിൽ ഈ ആരാധ്യന്മാർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സാക്ഷാൽ ആരാധന, സാക്ഷാൽ പ്രാർത്ഥന അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. ലഹു ദഅവത്തുൽ ഹഖ്, അല്ലാഹുവിനാണ്, അവനോട് മാത്രമാണ് ന്യായമായ പ്രാർത്ഥനയുള്ളത്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുത്തരവും അവർക്ക് നൽകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അവിടെ നിന്ന് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ അവർ നമുക്ക് ചെയ്തു തരികയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അവർക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത അല്ലാഹുവിന് പുറമെയുള്ള ശക്തികളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൻ്റെ ഒട്ടനേകമായത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഇവർക്കൊരു സഹായവും ചെയ്യുകയില്ല, ഈ പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊരു സഹായവും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല വലാ അൻഫുസഹും യൻസുറൂൻ, സ്വന്തത്തിന് തന്നെ ഒരു ഉപകാരം ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകളാണ് അവർ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈആ, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല. അവരാകട്ടെ വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അംവാതുൻ ഗൈറു അഹ്യാ, ജീവനില്ലാത്ത മരിച്ചവരാണവർ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അല്ലാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് പോലും അറിയാത്ത മരിച്ചവരാണ് അത്തരക്കാർ. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. യാതൊന്നും ഉടമപ്പെടുത്താത്തവരാണവർ. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീലാ, അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരാണ് എന്ന് ജൽപ്പിക്കുന്ന ആളുകൾ ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും, നിങ്ങളെ തൊട്ട് ഒരു ഉപദ്രവം നീക്കാൻ അവർക്ക് സാധ്യമല്ല. വലാ തഹ്വീല, നിങ്ങളിപ്പോഴുള്ള അവസ്ഥ മാറ്റി മറ്റൊരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, ദാരിദ്ര്യം മാറ്റി സമ്പന്നതയിലേക്ക് എത്തിക്കാൻ, രോഗം മാറ്റി ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിക്കാൻ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊന്നും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹി ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ആകാശഭൂമികളിൽ നിന്ന് ഒരു കടുകുമണിയോളം ഒരു അണു അളവ് പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. മാത്രമല്ല വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ
വമാ ലഹു മിൻഹും മിൻ ദഹീർ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ യാതൊരു പങ്കും ഈ ആളുകൾക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. അവന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റുള്ളവരെ ഖിയാമത്ത് നാൾ വരേക്കും അവർക്ക് യാതൊരു ഉത്തരവും ചെയ്യാത്ത ഈ ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവർ മറ്റാരുണ്ട് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅ. നാളെ പാരത്രിക ലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയം ഈ ആരാധിച്ചവരുടെ ശത്രുക്കളായിരിക്കും ഈ ആരാധിക്കപ്പെട്ട ആളുകൾ. അവർ അവിടെ വെച്ച് നിഷേധിക്കും, ഇവരോട് ശത്രുത കാണിക്കും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടായിരിക്കണം നമ്മുടെ കരങ്ങൾ ഉയരേണ്ടുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ അഖിലവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന് പുറമെ മറ്റൊരു ആരാധ്യനെ നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഫതകൂന മിനൽ മുഅദ്ദബീൻ. എങ്കിൽ അല്ലാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകളിൽ നീ ഉൾപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ്. ഈ ദുനിയാവിൽ യാതൊരു ഉപകാരവും അതുകൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല. മാത്രമല്ല പാരത്രിക ലോകത്ത് തീരാ നഷ്ടമായിരിക്കും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദ ദഖലന്നാർ. ആരെങ്കിലും അല്ലാഹുവിന് പുറമെ മറ്റു വല്ലവരെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവൻ നരകത്തിലാണ് പ്രവേശിക്കുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം പരസ്പരം നടത്തുന്നൊരു സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വല്ലാത്ത അനുഗ്രഹമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അത്യുഷ്ണമായ നമ്മുടെ രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന ഈ നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയും അവർ, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു. ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം നമ്മൾ അല്ലാഹുവിനോട് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാകുന്നു അങ്ങേയറ്റത്തെ ഔദാര്യവാനും അങ്ങേയറ്റത്തെ കരുണാവാനിധിയും എന്ന് സ്വർഗാവകാശികൾ പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ അഖിലവും നമ്മൾ നടത്തേണ്ടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. അവനല്ലാതൊരു ഇലാഹ് നമുക്കില്ല. നമ്മുടെ ആരാധ്യൻ അവൻ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിയാവിധം ആരാധിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.